അപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ്. അതിൻ്റെ റീസൺ എന്നാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് കണ്ണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ ചെക്കൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് കണ്ണിനും 0.25 വെച്ചിട്ട് കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണാടി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കോട്ടയത്തുള്ള ലെൻസ് കാർട്ടിൽ പോയി രാവിലെ തന്നെ ഏതെങ്കിലും കണ്ണാടി ഒരെണ്ണം സെറ്റ് ചെയ്തേക്കാന്ന് ഓർത്ത് കേട്ടോ പോകുന്നത്. ലെൻസ് കാർട്ടിൽ നിന്ന് മറ്റേ ഗോൾഡ് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ബൈ 1 get 1 എന്ന് പറഞ്ഞ ഓഫറിൽ മേടിച്ചു കേട്ടോ. ഒരു ഫ്രെയിം മേടിക്കുമ്പോൾ ഒരു ഫ്രെയിം ഫ്രീ ഉണ്ട്. ലെൻസിന് പൈസ ഉണ്ട് കേട്ടോ. റോഡ് ആൻഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ജർമ്മൻ ലെൻസ് ഉണ്ട്, അതാണ് ഉള്ളതിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് വെക്കുന്നുണ്ട്, കുറച്ച് നല്ല ലെൻസ് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ പോലത്തെ പിന്നെ ഈ ഏവിയേറ്റർ പോലത്തെ ആട്ടോ മേടിച്ചത്. ഏവിയേറ്ററാണ് നമ്മൾ ഫോട്ടോക്രോമാറ്റിക് ആക്കിയത്. അതുപോലെ തന്നെ ഫ്രെയിം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയാം കേട്ടോ. ഫ്രെയിം ഒരു ഗ്ലാസ് നമ്മൾ ഫോട്ടോക്രോമാറ്റിക് ആഡ് ചെയ്ത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് മറ്റേ സൺഗ്ലാസ് പോലെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സാധനം. ഒരെണ്ണം നോർമൽ ഗ്ലാസ്സാണ്. ലെൻസ് കാർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ബോർഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ. നമ്മുടെ കമ്പനിയുടെ GST രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു GST ഓഫീസിൽ നിന്നുള്ള ഇൻസ്പെക്ഷനൊക്കെ വരുവാണെങ്കിൽ വെക്കാൻ വേണ്ടി ഒരു ബോർഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാട്ടോ. AC ഒക്കെ 2-3 ഇട്ടിട്ടും തണുക്കുന്നില്ല വണ്ടി. ഒന്നും കഴിക്കാതെ ഇറങ്ങി. അതുകൊണ്ട് നമുക്ക് ആ പോകുന്ന വഴിക്ക് അർക്കാഡിയിൽ നിന്ന് കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൺഗ്ലാസ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാത്ത ആളാണ്, പക്ഷേ ഒരു രക്ഷയില്ല. അതുപോലത്തെ വെയിലാണ് ഇപ്പോഴത്തേത്. നമുക്ക് കണ്ണ് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നു. ഒന്ന് കണ്ണിൻ്റെ പവർ പോയതുകൊണ്ടൂടെ കാണണമെന്ന് തോന്നുന്നു. വിൻസെൻറ്റ് ജേസ് എന്ന് പറഞ്ഞ 1000 രൂപയുടെ ഒരു ഗ്ലാസ്സാണ്. വലിയ ക്വാളിറ്റി, പോളറൈസ്ഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പോളറൈസ്ഡ് ആണോ എന്ന് സംശയമുണ്ട് കേട്ടോ. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ചുമ്മാ ഒരു പാറ്റത്തൊണ്ട് പോലത്തെ ഗ്ലാസ്സാണ്. പക്ഷെ അത്യാവശ്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൺലൈറ്റും ചൂടും കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ചേക്കാന്ന് ഓർത്തേക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചിപ്സ് മേടിക്കണമായിരുന്നു. അത് മലബാർ ചിപ്സ് കയറി വിലയൊക്കെ ചോദിച്ചു.